വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെ. ഒരു ശബ്ബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊള്ളുവിൻ, ശബ്ബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബ്ബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവനിത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അവസാനമായി യേശു യഹൂദന്മാരുടെ ഒരു സിനഗോഗിൽ പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം വായിച്ച ഭാഗത്താണ്. യേശു സാധാരണയായി ശബ്ബത്തിൽ പള്ളിയിൽ പോകാറുണ്ട്. അങ്ങനെ താൻ ഒരു പള്ളിയിൽ പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ലൂക്കോസ് ഇവിടെ എഴുതുന്നത്. നാം നേരത്തെ കേട്ടതാണ്, ലൂക്കോസ് താൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനു മുൻപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇതിനു ശേഷം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. ഇതിനു മുൻപ് യഹൂദ രാജ്യം മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ അവർക്ക് കൊടുത്ത അവസരങ്ങളൊക്കെയും വൃഥാവാക്കി കളഞ്ഞതിനെക്കുറിച്ചാണ് യേശു പറയുന്നത്. ഇവിടെ സിനഗോഗിനകത്തു വെച്ച് യേശു വലിയ ഒരു അത്ഭുതം ചെയ്യുകയാണ്. ഈ അത്ഭുതം കണ്ടിട്ട് ഈ അത്ഭുതം ചെയ്തയാളെയോ ദൈവത്തെയോ മഹത്വപ്പെടുത്തുവാൻ പള്ളിപ്രമാണി തയ്യാറായില്ല. മറിച്ച് വളരെ ബാലിശമായ ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ വലിയ അത്ഭുതത്തെയും സൗഖ്യം പ്രാപിച്ച സ്ത്രീയുടെ സമാധാനത്തെയും സന്തോഷത്തെയും നിസ്സാരവൽക്കരിക്കുകയാണ്. യേശു പോയ പള്ളിയിൽ ഒരു സ്ത്രീ 18 വർഷങ്ങളായി കൂനിയായി ജീവിക്കുകയായിരുന്നു. ഈ സ്ത്രീക്ക് വളരെയധികം പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവർ യഹൂദന്മാരുടെ പള്ളിയിൽ ശനിയാഴ്ച വരാൻ തയ്യാറായി. അത് നാം മാനിക്കേണ്ട ഒരു കാര്യമാണ്. പലരും ആരാധനയ്ക്ക് പോകാതിരിക്കാൻ കാരണം അന്വേഷിച്ച് ഇരിക്കുമ്പോൾ ഈ സ്ത്രീ വളരെ കഷ്ടം സഹിച്ച് പള്ളിയിൽ വന്നു. വൈദ്യനായ ലൂക്കോസാണ് ഇവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് പറയുന്നത്. ഇവർ 2 പ്രാവശ്യം കൂനിയെന്നാണ് ചിലർ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇവരുടെ മുഖം നേരെ താഴേക്ക് ഭൂമിയിലേക്കാണ് എപ്പോഴും ഇരിക്കുക. അവർക്ക് തല ഉയർത്തി നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അതുപോലെ കൂനിയിരുന്ന സ്ത്രീ, ഒട്ടും നിവരാൻ സാധിക്കാതിരുന്ന ഒരു സ്ത്രീ അവർ ഈ പള്ളിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ 18 വർഷം ഈ സ്ത്രീ പള്ളിയിൽ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് യേശു ശബ്ബത്തിൽ ആ പള്ളിയിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ താൻ ഈ സ്ത്രീയെ കാണുകയാണ്. ഈ സ്ത്രീക്ക് യേശു സൗഖ്യം നൽകും എന്നുള്ള വിശ്വാസമോ പ്രതീക്ഷയോ ഇല്ലായിരുന്നു. പക്ഷേ യേശു അവളെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ശബ്ബത്തിൽ സൗഖ്യം കൊടുക്കാൻ പാടില്ല, അത് തെറ്റാണ് എന്നുള്ള ഒരു വാദഗതി ഇതിന് ശേഷം പള്ളി പ്രമാണി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ സാധാരണ റബിമാർ ചെയ്യാത്ത പല കാര്യങ്ങളും യേശു അന്ന് ചെയ്തു. താൻ ഒരു സ്ത്രീയെ പരസ്യമായി തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു, അവരുടെ മേൽ കൈവച്ചു, അവരെ തൊട്ടു. മാത്രമല്ല, താൻ അവിടെ പ്രാർത്ഥിച്ചതായിട്ടൊന്നും വായിക്കുന്നില്ല.
നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുക മാത്രമേ യേശു ചെയ്തുള്ളൂ. ആ വാക്ക് അഴിഞ്ഞിരിക്കുന്നു, ആ പദപ്രയോഗം അഴിഞ്ഞിരിക്കുന്നു എന്ന വാക്ക് വീണ്ടും യേശു ഉപയോഗിക്കുന്നുണ്ട്. അത് നാം പിന്നീട് കാണുന്നതാണ്. ഈ ഭാഗത്തു നിന്നും യേശുവിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കഴിഞ്ഞ 18 വർഷമായി ഈ സ്ത്രീ കൂനിയായിരുന്നതിൻ്റെ കാരണം സാത്താൻ അവളെ ബന്ധിച്ചതാണ്. എല്ലാ രോഗങ്ങളും സാത്താൻ്റെ ഉപദ്രവം കൊണ്ടാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ദൈവം ചില അവസരങ്ങളിൽ ദൈവമക്കളെ ഉപദ്രവിക്കുവാൻ സാത്താന് അനുമതി കൊടുക്കും. ഇയ്യോബിൻ്റെ കാര്യം നമുക്കറിയാം. പൗലോസിന് ജഡത്തിൽ ശൂലമുണ്ടായിരുന്നു, സാത്താൻ്റെ ഒരു ദൂതൻ എന്ന് വായിക്കുന്നുണ്ട്. ദൈവം ഇത് പല ആളുകളുടെയും ജീവിതത്തിൽ അനുവദിക്കും. എന്തുകൊണ്ടാണ് ദൈവം അത് ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം ദൈവത്തിന് നൽകാൻ സാധിക്കുകയുള്ളൂ. ദൈവം തൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതെല്ലാം നമുക്ക് മനസ്സിലായി എന്ന് വരികയില്ല. ഇവിടെ ഈ സ്ത്രീ 18 വർഷം നിവർന്നു നിൽക്കുവാൻ കഴിയാതെ കൂനിയായി ജീവിച്ചു. യേശു അവളെ വിളിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് അവൾ നേരെ നിൽക്കുവാനായിട്ടിടയായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവൾക്ക് സൗഖ്യം ലഭിച്ചതിൽ ആ സ്ത്രീയുടെ വിശ്വാസത്തിന് വലിയ പങ്കൊന്നുമില്ല. അവൾക്ക് വിശ്വാസമോ പ്രതീക്ഷയോ ഒന്നുമില്ലായിരുന്നു. യേശു അവളെ തൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി, നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവൾ നിവർന്നു നിന്നു. അതുകൊണ്ട് യേശു സൗഖ്യം കൊടുത്ത എല്ലാവർക്കും വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൗഖ്യം ലഭിച്ചത്. ഇന്ന് ആളുകൾക്ക് സൗഖ്യം ലഭിക്കാത്തത് വിശ്വാസമില്ലാഞ്ഞിട്ടാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. ലാസറിനെ യേശു ഉയർപ്പിച്ചപ്പോൾ ലാസറിന് എവിടെയായിരുന്നു വിശ്വാസം? ലാസർ മരിച്ചവനായിരുന്നല്ലോ. ഈ സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചതിന് ശേഷം ഉണ്ടായ കാര്യത്തിനാണ് വാസ്തവത്തിൽ ലൂക്കോസ് അധികം പ്രാധാന്യം നൽകുന്നത്. പള്ളിപ്രമാണി അയാൾ വളരെയധികം ഇറിറ്റേറ്റഡായി. അദ്ദേഹം പറയുന്നത് വളരെ ന്യായമായ ഒരു കാര്യമാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശബത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ശബത്ത് സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് മാത്രമല്ല, അത് യഹോവയ്ക്ക് വിശുദ്ധവുമാണ്. ജോലി ചെയ്യാതിരിക്കുക എന്നത് മാത്രമല്ല, ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിച്ച ഒരു ദിവസം എന്നതാണ് ശബത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് അന്നവർ സിനഗോഗിൽ പള്ളിയിൽ വരുന്നതും. ഈ ശബത്ത് ദിവസം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം യേശു ചെയ്തു എന്നതിലാണ് ഈ പള്ളി പ്രമാണി പ്രശ്നമുണ്ടാക്കുന്നത്. അയാളുടെ നോട്ടത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്തു, ഒരാളെ സൗഖ്യമാക്കി, ഒരു രോഗിക്ക് സൗഖ്യം കൊടുത്തു. ഒരു ഡോക്ടർ ചികിത്സിക്കുന്നതിന് തുല്യമായിട്ടാണ് അയാൾ യേശുവിൻ്റെ ഈ അത്ഭുത പ്രവൃത്തിയെ കാണുന്നത്. അതുകൊണ്ടാണ് അയാൾ കോപിഷ്ഠനാകുന്നത്. അയാൾ പറയുന്നത്, ആഴ്ചയിൽ മറ്റ്6 ദിവസങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ദിവസം വന്ന് സൗഖ്യമാക്കിക്കൂടെ? മാത്രമല്ല, അവരുടെ ശബത്ത് വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച വൈകുന്നേരം 6 മണി വരെയാണ്. അങ്ങനെയാണ് യഹൂദന്മാരുടെ ദിവസം. അങ്ങനെയാണെങ്കിൽ യേശു ഒരു അല്പം നേരം കൂടി കാത്തിരുന്നാൽ ശബത്ത് കഴിയും, 6 മണിക്ക് ശേഷം സൗഖ്യം കൊടുക്കാമായിരുന്നല്ലോ. അതും ചെയ്തില്ല. ഈ സമയം തന്നെ സൗഖ്യം കൊടുക്കുവാൻ വേണ്ടി യേശു എന്തിനു തിരഞ്ഞെടുത്തു? ഇതിലാണ് ആ മനുഷ്യൻ്റെ അനിഷ്ടം. അതയാൾ പുറമേ കാണിക്കുകയാണ്. ഇവിടെ യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം നേടിയ ഒരു സ്ത്രീ, 18 വർഷം ഒരിക്കലും നേരെ നിൽക്കാൻ കഴിയാതിരുന്ന ആ സ്ത്രീക്ക് ഒരു നിമിഷം കൊണ്ട് സൗഖ്യം ലഭിച്ചു. എന്നാൽ മറുവശത്ത് അതിൽ സന്തോഷിക്കാൻ കഴിയാതെ പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്യുന്ന പള്ളിപ്രമാണി. ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യർക്ക് ജീവനും സ്വാതന്ത്ര്യവും ചൈതന്യവും നൽകുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവും അവനുമായിട്ടുള്ള ബന്ധവും. മറ്റേത് ചത്ത മതത്തിൻ്റെ പ്രവൃത്തികൾ, ജീവനില്ലാത്ത പ്രവൃത്തികൾ. ഇവ രണ്ടും തമ്മിലുള്ള അന്തരമാണ് ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മതത്തിൻ്റെ പ്രവൃത്തിക്ക് ദൈവവുമായി സജീവമായ ഒരു ബന്ധം ഒരിക്കലും നൽകാൻ ആളുകൾക്ക് കഴിയില്ല. മതത്തിൻ്റെ പ്രവൃത്തിയെ കാണിക്കുന്നത് ആണ് ഈ പള്ളിപ്രമാണിയുടെ ആരോപണങ്ങളും അയാളുടെ പെരുമാറ്റവും. എന്നാൽ ദൈവവുമായി ഒരു വ്യക്തിക്ക് സജീവമായി ബന്ധമുണ്ടാക്കുവാൻ കഴിയും, അത് മുഖാന്തരം ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്നതിൻ്റെ തെളിവാണ് യേശുക്രിസ്തുവിലൂടെ ഈ സ്ത്രീക്ക് ലഭിച്ചത്. മതത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഒരിക്കലും പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്ഥിരമായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുവാൻ സാധിക്കില്ല. മതത്തിൻ്റെ പ്രവൃത്തികൾ
ആളുകൾക്ക് ചെറിയൊരു ആശ്വാസം നൽകും. അവരെന്തൊക്കെയോ നല്ല കാര്യം ചെയ്തു എന്നൊരു തോന്നൽ അല്പസമയത്തേക്ക് ആളുകൾക്ക് കൊടുക്കും. എന്നാൽ വാസ്തവത്തിൽ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകാൻ യേശുക്രിസ്തുവിലൂടെ ദൈവവുമായി ബന്ധപ്പെടുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. രണ്ടാമത്, യേശുക്രിസ്തുവിലൂടെ ദൈവവുമായി ബന്ധപ്പെടുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു വ്യത്യാസമുണ്ടാകും. ഈ സ്ത്രീക്ക് ഉടനെ തന്നെ ഒരു വ്യത്യാസമുണ്ടായി എന്നാണ് നാം കാണുന്നത്. 18 വർഷങ്ങളായി സ്ഥിരമായി പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത് കൊണ്ട് ഈ സ്ത്രീക്ക് യാതൊരു ഗുണവും ഉണ്ടായില്ലെങ്കിലും യേശുവുമായി ബന്ധപ്പെട്ടത് മുഖാന്തരം അവളുടെ ജീവിതത്തിൽ പ്രകടമായൊരു വ്യത്യാസമുണ്ടായി. ഇവിടെ അത് ഉടൻ തന്നെ സംഭവിച്ചു. ചില ആളുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അതിൻ്റെ വ്യത്യാസം ഉടൻ തന്നെ ജീവിതത്തിൽ കാണാൻ കഴിയുമെന്ന്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സത്യവുമാണ്. മദ്യപാനികളായ ആളുകൾ അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന ഉടൻ തന്നെ മദ്യത്തോടുള്ള ആസക്തി ഇല്ലാതെയായി. പുകവലിക്കാർ പുകവലി നിർത്തി. ഇങ്ങനെ ഉടൻ തന്നെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായ ആളുകളുണ്ട്. എന്നാൽ അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ചില ആളുകൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും അവർക്ക് മദ്യത്തോട് അല്ലെങ്കിൽ പണ്ട് ചെയ്തിരുന്ന ചില പരിചയങ്ങളോട് വിട്ടുമാറാൻ അല്പസമയമെടുക്കും. ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദൈവാത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ഉടൻ തന്നെ ജീവിതത്തിൽ മുഴുവൻ ഒരു രൂപാന്തരം ഉണ്ടായില്ല, അതുകൊണ്ട് ആ വ്യക്തി രക്ഷിക്കപ്പെട്ടവനല്ല, ദൈവാത്മാവിൻ്റെ ഉള്ളിലില്ല എന്ന് പറയുവാൻ സാധിക്കില്ല. അത് ഓരോരുത്തർക്കും ഓരോ നിലയിലാണ്. അതിനെക്കുറിച്ച് വിധിക്കാൻ നമ്മളാളല്ല. എന്നാൽ ഒരു വ്യത്യാസം തീർച്ചയായും ഉണ്ടാകും. പുറമേ വലിയ വ്യത്യാസമൊന്നും ഉടനെ ഉണ്ടായതായി നമുക്ക് തോന്നില്ലെങ്കിലും തീർച്ചയായും അവരുടെ ഹൃദയത്തിൽ ഒരു വ്യത്യാസമുണ്ടാകും. പാപ സ്വഭാവത്തെ ഉടൻ തന്നെ ത്യജിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും പാപത്തോടുള്ള അവരുടെ ഹൃദയത്തിൻ്റെ മനോഭാവം തീർച്ചയായും മാറും. അത് ദൈവാത്മാവ് അവരുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ്. യേശുക്രിസ്തു ഈ സ്ത്രീയെ കണ്ടപ്പോൾ തനിക്ക് ആ സ്ത്രീയോട് അനുകമ്പ തോന്നി. അതുകൊണ്ടാണ് അവളെ തൻ്റെ അടുക്കലേക്ക് വിളിച്ച് അവൾ ചോദിക്കാതെ തന്നെ അവൾക്ക് സൗഖ്യം നൽകിയത്. എന്നാൽ മതത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഈ പള്ളി പ്രമാണിക്ക് അനുകമ്പ എന്നൊന്നില്ല. ഈ സ്ത്രീക്ക് സൗഖ്യം വന്നതിൽ സന്തോഷിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കാരണം 18 വർഷം കഷ്ടപ്പെട്ട് നേരെ നോക്കാൻ പോലും കഴിയാതിരുന്ന ഈ സ്ത്രീയോട് അയാൾക്ക് യാതൊരു അനുകമ്പയില്ല. ഈ സ്ത്രീക്ക് സൗഖ്യമായപ്പോൾ അയാൾ പറയേണ്ടത് ദൈവത്തിന് സ്തോത്രം, പാവം ഈ സ്ത്രീ എത്ര നാളായി കഷ്ടപ്പെടുന്നു, അവൾക്ക് സൗഖ്യം ലഭിച്ചല്ലോ എന്ന് പറയേണ്ടതിന് പകരം അയാൾ പറയുകയാണ് വേറെ 6 ദിവസമുണ്ടല്ലോ, അന്ന് വന്ന് സൗഖ്യം വാങ്ങിക്കൂടെ എന്ന്. എന്നാൽ യേശു അനുകമ്പയുള്ളവനാണ്. സൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് കോപമാണ് ഉണ്ടാകുന്നത്, മതത്തിന് ദേഷ്യമാണ്, സന്തോഷമില്ല. എന്നാൽ ആ സ്ത്രീ തനിക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഉച്ചത്തിൽ ഉടൻ തന്നെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. നാം ഇവിടെ ആ സ്ത്രീയെക്കുറിച്ച് വായിക്കുന്നത് ഇവൾ അബ്രഹാമിൻ്റെ മകൾ എന്നാണ്. ഇങ്ങനെ വേറൊരു സ്ത്രീയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല ബൈബിളിൽ. അബ്രഹാമിൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവൾ അബ്രഹാമിൻ്റെ മകളാണെന്ന് കർത്താവാണ് പറഞ്ഞത്. അവൾ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തു ഈ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ പള്ളി പ്രമാണിയുടെ കോപം ശബത്ത് ആചരിക്കാഞ്ഞതിലാണല്ലോ. അയാൾ നേരിട്ട് യേശുവിനോട് നീ എന്തുകൊണ്ട് മറ്റു ദിവസങ്ങളിൽ വന്ന് സൗഖ്യമാക്കുന്നില്ല, എന്തിനാണ് ഈ ശബത്തിൽ വന്ന് സൗഖ്യമാക്കിയത് എന്ന് പറയുന്നില്ല. അതിന് പകരം താൻ പുരുഷാരത്തോടാണ് പറയുന്നത്. പുരുഷാരമല്ല ഈ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തത്, പുരുഷാരം എല്ലാവരും സൗഖ്യമാകാൻ വേണ്ടി വന്നതുമല്ല. പക്ഷേ ഈ പള്ളി പ്രമാണി പുരുഷാരത്തോടാണ് തട്ടിക്കയറുന്നത്. അവരോട് പറയുകയാണ് ആഴ്ചയിൽ 6 ദിവസമുണ്ടല്ലോ, അന്ന് വന്ന് സൗഖ്യമായിക്കോണം, ശനിയാഴ്ച വരരുത്. യേശുവിനോട് പറയാനുള്ള കാര്യം യേശുവിനോട് പറയാനുള്ള ധൈര്യമില്ല, അതിന് പകരം മറ്റുള്ളവരോട് പറയുക. കപടമാണ് ഇയാൾ കാണിക്കുന്നത്. ചില ആളുകൾ അങ്ങനെയാണ്, മറ്റുള്ളവരോട് നേരിട്ട് പറയാൻ വിഷമമുള്ള കാര്യങ്ങൾ പ്രാർത്ഥനയിൽ അവർ പറയും. അത് കപടമാണ്, അങ്ങനെ ചെയ്യരുത്. നാം സത്യസന്ധരായിരിക്കണം. എന്നാൽ യേശു എങ്ങനെയാണ് പ്രതികരിച്ചത്? യേശു ഈ പള്ളിപ്രമാണിയെ നോക്കി കപടഭക്തിക്കാരെ എന്നാണ് വിളിക്കുന്നത്. താൻ ഒരിക്കലും കപടം ഉപയോഗിച്ചില്ല. തനിക്ക് പള്ളിപ്രമാണിയോട് പറയാനുള്ള കാര്യം താൻ നേരിട്ട് പറയുകയാണ്. താൻ പറഞ്ഞു,
നിങ്ങളുടെ കാളയോ കഴുതയോ ശനിയാഴ്ച ദിവസം വെള്ളം കുടിക്കേണ്ട എന്ന് നിങ്ങൾ വയ്ക്കുമോ? ഇല്ല, നിങ്ങൾ അഴിച്ചുവിടും. ആ വാക്കാണ് യേശു ആ സ്ത്രീയുടെ കാര്യത്തിൽ ഉപയോഗിച്ചത്. നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ആ വാക്ക് തന്നെയാണ് കാളയും കഴുതയും അഴിച്ചുവിടുന്നതിനും ഉപയോഗിച്ചിരിക്കുന്നത്. കാളയും കഴുതയും നിങ്ങൾ അഴിച്ചുവിടും. അവരോട് നിങ്ങൾക്ക് അനുതാപമുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ 18 വർഷമായി ബന്ധനത്തിലാണ്. വൈകിട്ട് 6 മണി കഴിഞ്ഞ് അവളെ അഴിച്ചു വിട്ടാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. യേശു പറയുന്നത് ആ മൃഗത്തോട് കാണിക്കുന്ന ഔദാര്യം പോലും ഈ മനുഷ്യ സ്ത്രീയോട് കാണിക്കാത്തത് എന്ത്? യേശു ഡയറക്റ്റായി നേരിട്ട് അവനോട് സംസാരിക്കുകയാണ്. ഇതാണ് മതത്തിൻ്റെ ചത്ത പ്രവർത്തികളുടെ പ്രത്യേകത. അവർ നേരിട്ടൊന്നും പറയില്ല. അവർക്ക് കാര്യങ്ങളെ നേരിടാൻ, വസ്തുതകളെ നേരിടാൻ ഭയമാണ്. അവരുടെ മുൻഗണന തെറ്റാണ്. അതാണ് യേശു പറയുന്നത്. കാളയും കഴുതയും നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്, മനുഷ്യൻ നിങ്ങൾക്ക് പ്രാധാന്യമുള്ളതല്ല. ഈ സ്ത്രീ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വിഷയമല്ല. കാളയ്ക്കും കഴുതയ്ക്കും വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും. മതത്തിൻ്റെ പ്രവൃത്തികളുടെ മറ്റൊരു പ്രത്യേകത, അവർ മനുഷ്യന് മഹത്വം കൊടുക്കുന്നവരാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ നിയമങ്ങൾ അനുസരിക്കുന്നവർ മാത്രം ഈ പള്ളിയിൽ വന്നാൽ മതി. അതാണ് ആ മനുഷ്യൻ്റെ വാദം. ഞാൻ പറയുന്നത് കേൾക്കാൻ മനസ്സുള്ളവരിവിടെ വന്നാൽ മതി, ഞാനാണ് ഇവിടുത്തെ വലിയ ആൾ. എന്നാൽ യേശു ആ സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ദൈവത്തെ മഹത്വപ്പെടുത്തി. മതത്തിൻ്റെ പ്രവൃത്തികൾ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. അത് ഒരിക്കലും ദൈവത്തെ മഹത്വപ്പെടുത്തുകയില്ല. എന്നാൽ വിശ്വാസത്താൽ യേശുക്രിസ്തുവിലൂടെ ദൈവവുമായി ബന്ധപ്പെടുന്നവർ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ രക്ഷിക്കപ്പെട്ടാൽ പോരാ, പരിച്ഛേദന കൂടി ഏൽക്കണം, എന്നാലേ നിങ്ങൾ വിശ്വാസികളാവൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടർ ഉണ്ടായിരുന്നു. അവർ ഗലാത്യയിലുള്ള വിശ്വാസികൾ അവർ പരിച്ഛേദന ഏൽക്കണം എന്ന് പറഞ്ഞ് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. പൗലോസ് അതിൻ്റെ കാരണവും അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ പരിച്ഛേദന ഏറ്റുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കാം എന്ന് വച്ചാൽ, കണ്ടോ ഗലാത്യയിലുള്ളവർ, അവർ ഞങ്ങളുടെ കൂടെ കൂടി എന്ന് പറഞ്ഞ് അഹങ്കരിക്കുവാൻ വേണ്ടിയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ദൈവത്തെ അനുസരിക്കുന്നവർ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നവർ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്നാൽ മതത്തിൻ്റെ ചത്ത പ്രവൃത്തികൾക്ക് പിന്നാലെ പോകുന്നവർ, അവരുടെ ഉദ്ദേശം മനുഷ്യരുടെ നാമം ഉയർത്തണം, അവർക്ക് പേരുണ്ടാക്കണം, അവരുടെ പാർട്ടിയിൽ ആൾ കൂടണം. ഇതാണ് അവരുടെ ഉദ്ദേശം. അതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രിയ സുഹൃത്തേ, താങ്കൾക്ക് യഥാർത്ഥമായി യേശു ക്രിസ്തുവുമായി ഒരു ബന്ധമുണ്ടോ? ഒരു എൻകൗണ്ടർ ഉണ്ടോ? അതോ ചില ആത്മീയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണോ? പള്ളിയിൽ പോകുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, അവിടുത്തെ പ്രസംഗം കേൾക്കുന്നുണ്ട്. ആ പള്ളിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവിടെയുള്ള ആളുകൾ വച്ചിരിക്കുന്ന നിയമവ്യവസ്ഥകളൊക്കെ പാലിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വാസ്തവത്തിൽ ദൈവവുമായി ബന്ധമുണ്ടെന്നല്ല. അതാണ് പള്ളിപ്രമാണിക്ക് പറ്റിയ അബദ്ധം. പള്ളിപ്രമാണി ആ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ നിയമങ്ങളും പാലിക്കുന്നവനായിരുന്നു. പക്ഷേ അയാൾക്ക് ദൈവവുമായി ബന്ധമില്ലായിരുന്നു. അയാൾ പറയുന്ന കേൾക്കുന്നവർക്കും ദൈവവുമായി ബന്ധമില്ലായിരുന്നു. എന്നാൽ ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള ഏക മാർഗം വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും തന്നിലൂടെ ദൈവവുമായി ബന്ധപ്പെടുകയുമാണ്. അതിന് പകരം ചത്ത മതത്തിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ പിന്തുടരുന്നുവെങ്കിൽ നിങ്ങൾ ആ പള്ളിപ്രമാണിയെ പോലെയാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ സന്തോഷിക്കാൻ കഴിയുകയില്ല. മനുഷ്യരോട് അനുകമ്പയുണ്ടാകുകയില്ല. നിങ്ങൾ കപടമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മുൻഗണനകൾ തെറ്റാണ്. മനുഷ്യനേക്കാൾ വിലയുള്ളതാണ് മൃഗങ്ങൾ. എല്ലാറ്റിനും ഒടുവിൽ നിങ്ങൾ മനുഷ്യൻ്റെ മഹത്വത്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. മിക്കവാറും നിങ്ങളുടെ തന്നെ മഹത്വത്തിനു വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ വാസ്തവമായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവവുമായി ബന്ധപ്പെടുന്നവർ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുനിയും. അതാണ് ആ സ്ത്രീ ചെയ്തത്. ആ നിലയിൽ വാസ്തവമായി യേശുക്രിസ്തുവുമായൊരു ബന്ധമുണ്ടാകുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ നമ്പർ 07204729191. നമ്പർ ഒരിക്കൽ കൂടി
07047299191. ഞങ്ങളുടെ വിലാസം വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2566, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി: വചനദീപം, പോസ്റ്റ് ബോക്സ് നമ്പർ 2566, ബാംഗ്ലൂർ 25. വചനദീപം